കൃഷ്ണദാസിനെ കൽത്തുറുങ്കിലടച്ചതിൻ്റെ കേമത്തം മാത്രം ഓർത്താൽ മതിയോ പിണറായി സർക്കാർ എന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തതായി ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ ജിഷ്ണുവുമായി ബന്ധപ്പെട്ട കാര്യത്തിലല്ല കൃഷ്ണദാസിനെ പിടികൂടി അകത്തിടാൻ കഴിഞ്ഞത്, മറ്റൊരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. അതിൽ തന്നെ ഒരുപാട് പിഴവുകൾ സംഭവിച്ചു, പോലീസിന് ശകാരം കേട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങ് സുപ്രീം കോടതി വരെയുള്ള തിരിച്ചടി ഉണ്ടായത്. ഇത് യാദൃച്ഛികമല്ല, കാരണം പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന് വീഴ്ച പറ്റി. ഇടയ്ക്കാണ് പോലീസ് ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആദ്യത്തെ പിഴവുകൾ സ്വയമേവ അങ്ങ് തിരുത്തി. നീതിപീഠത്തെ ബോധ്യപ്പെടുത്താതെയുള്ള ഇടപെടലായി അത് മുഖം രക്ഷിക്കാനുള്ള കുറുക്കുവഴി മാത്രമായി. അങ്ങനെ വരുമ്പോൾ തിരിച്ചടി കിട്ടും. ഞാൻ വളരെ ചുരുക്കി അങ്ങയോട് പറയുകയാണ്, ഈ കേസിൻ്റെ പുരോഗതിയെപ്പറ്റി ഇപ്പോഴും മഹിജയ്ക്ക് തൃപ്തിയാണെന്ന് പറയുമ്പോൾ അന്വേഷണം ഇപ്പോഴും പ്രാഥമിക ഘട്ടത്തിലല്ലേ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ? മഹിജയ്ക്ക് തൃപ്തിയുണ്ടോ? അത് രാസപരിശോധനാ ഫലം കിട്ടിയിട്ടില്ലല്ലോ. ആ രക്തക്കറ അത് പരിശോധിച്ചു. അത് സ്വന്തം മകൻ്റേതാണ് എന്ന് സ്ഥിരീകരിക്കാനുള്ള DNA പരിശോധനയ്ക്ക് പോലും വിധേയയായ ഒരു സ്ത്രീയാണവർ. ഒളിവിലുള്ള പ്രതികളെ മുഴുവൻ പിടികൂടാനായിട്ടുണ്ടോ? പറ്റിയിട്ടില്ല. ബാക്കിയുള്ള ആളുകൾ തന്നെ മുൻകൂർ ജാമ്യം നേടിയില്ലേ? നേടി. കുറ്റപത്രമായോ? ഇല്ല. മുറിവുകളെപ്പറ്റി FIR-ൽ പരാമർശമുണ്ടായിരുന്നോ? ഇല്ല. മരണത്തിന് മുൻപുള്ള മൃതദേഹ പരിശോധനയിൽ അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയോ? ഇല്ല. ഇവിടെ ഈ ജിഷ്ണു ജീവനൊടുക്കിയെന്ന് പറയുന്ന തോർത്ത് കണ്ടെത്തപ്പെട്ടോ? ഇല്ല. ജൂനിയർ ഡോക്ടറെ കൊണ്ടല്ലേ മൃതദേഹ പരിശോധന നടത്തിച്ചത്? അതെ. എന്ന് വെച്ചാൽ ഇവർ ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സെൻകുമാറിനെ വീട്ടിലിരുത്തിയത് ജിഷ കേസിലെ ഈ ആദ്യഘട്ടം മുതലുള്ള പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാണ്. സമാനമായ പിഴവുകൾ തന്നെയാണ് ഇവരുടെ സർക്കാർ വന്നപ്പോഴും ഇവർ ഈ എടുത്തുയർത്തിക്കാട്ടുന്ന പഴുതടച്ചുള്ള നടപടികൾ എടുത്തു എന്ന് പറയുന്ന ജിഷ്ണു കേസിൻ്റെയും അവസ്ഥ. അതുകൊണ്ട് മഹിജയും മഹിജയുടെ കുടുംബവും എത്ര വികാര വൈവശ്യത്തോടെ CP ഉദയഭാനുവിനോട് നന്ദി പ്രകടനം കാണിച്ചാലും ഈ കേസിൻ്റെ നാന്ദി എന്ന് പറയുന്നത് അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ അന്വേഷണമായിരുന്നു. അതിൽ പിഴവ് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അന്തിമമായി നീതിപീഠത്തിന് മുന്നിൽ നിൽക്കുമോ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ? അല്ല, ഇവിടെ പ്രാഥമിക ഘട്ടത്തിൽ പിഴവ് പറ്റിയ അന്വേഷണം നടന്നു എന്ന് വേണു പറയുന്നതിനോട് ഞാൻ യോജിക്കുകയാണ്. വേണു അക്കമിട്ട് പറഞ്ഞ പിഴവുകൾ എല്ലാം അവിടെ ഉണ്ട്. അത് ഈ കേസിനെ അതിൻ്റെ അന്ത്യം വരെ വേട്ടയാടുകയും ചെയ്യും. അവിടെ ഇനി അന്വേഷണം എത്ര യുക്തിസഹമായി ഭദ്രമായി നടത്തിയാലും, ഇനി ഉദയഭാനുവിനെ പോലുള്ള അഭിഭാഷകർ എത്ര നന്നായി ഈ കേസ് വാദിച്ചാലും, ആ വീഴ്ചകളും പോരായ്മകളും അതൊരു ആന്തരിക ബലഹീനതയായി അത് നിലനിൽക്കും. അതിൻ്റെ ഉത്തരവാദികളാര് എന്നതൊക്കെ വേറെ അന്വേഷണം നടത്തേണ്ട കാര്യങ്ങളാണ്. പക്ഷേ കൃഷ്ണദാസ് എന്ന ഒരു സ്വാശ്രയ കോളേജ് ഉടമ, വെറും ഉടമയല്ല, ആ സംഘടന അധ്യക്ഷൻ, അയാളുടെ കരുത്ത്, അയാളുടെ പണത്തിൻ്റെ ശക്തി, അയാളുടെ സ്വാധീനം, അതൊക്കെ വളരെ വലുതാണ്. ഇവിടെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അയാൾക്ക് പരിരക്ഷ ലഭിക്കുന്നു. സർക്കാരും പോലീസും ശാസിക്കപ്പെടുന്നു. അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല ഏതായാലും, പക്ഷേ അത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ വളരെ ദുർഘടം പിടിച്ച ഒരു അവസ്ഥയിൽ ഈ കേസ് എത്തി നിൽക്കുന്നു. പക്ഷേ ജിഷ്ണുവിൻ്റെ അമ്മയെ സംബന്ധിച്ച് അതല്ല വിഷയം. ജിഷ്ണുവിൻ്റെ അമ്മയെ സംബന്ധിച്ച് ഈ കേസ് എങ്ങനെ മുന്നോട്ട് പോകുന്നു, തൃപ്തികരമായി അന്വേഷണം നടക്കുന്നുണ്ടോ, ആ കാര്യത്തിൽ ഉറപ്പ് കിട്ടണം. ആ ഉറപ്പിന് വേണ്ടി DGPയെ സന്ദർശിക്കാനെത്തിയ, പോലീസ് ആസ്ഥാനത്തെത്തിയ ആ അമ്മയോട് ഭരണകൂടമോ പോലീസോ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന ചോദ്യമാണ് ഇന്ന് കേരളത്തിലെ പൊതുസമൂഹം ചോദിക്കുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഒറ്റ കാര്യത്തിനോട് ചുരുക്കം വാക്കുകൾ മറുപടി എനിക്ക് മറ്റ് അതിഥികളിലേക്ക് പോകേണ്ടതുണ്ട്. സെൻകുമാറിനെ കുറ്റപ്പെടുത്താൻ ഇനി എന്ത് ആർജവമാണ് ഈ സർക്കാരിന്? ജിഷ കേസ് പുറ്റിങ്ങൽ മാറ്റിവെക്കാം, പുറ്റിങ്ങലും ഇവർ പറയുന്നതാണ് ശരി. പക്ഷേ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സമാനമായ സ്വഭാവമുള്ള ഒന്നായതുകൊണ്ട് ഒരു താരതമ്യം പെട്ടെന്ന് അതുമായി നടത്തുന്നു. ഞാൻ മറ്റതിൻ്റെ ഗൗരവം ചുരുക്കി കാണുകയല്ല. 110 പേരുടെ ജീവഹാനി സംഭവിച്ച കാര്യം. ഇവിടെ ഈ അന്വേഷണത്തിലെ ഈ പിഴവുകൾ ജിഷയുടെ കാര്യത്തിൽ സംഭവിച്ച അതേപോലെ തന്നെയുള്ള പിഴവുകളാണ് ഇവിടെയും സംഭവിച്ചത് എന്ന് മാത്രമല്ല, അവിടെ മൃതദേഹം വേഗം ദഹിപ്പിക്കുകയാണ്. ഒരു ജൂനിയർ ഡോക്ടറാണ് അതിൻ്റെ പരിശോധന നടത്തിയത്. ഇവിടെയും അതുപോലെ തന്നെ ജൂനിയർ ഡോക്ടർ പിന്നെ അതിവേഗം അതിൻ്റെ തെളിവുകൾ മുഴുവൻ നശിപ്പിക്കുന്നു. ആ കുളിമുറി കഴുകുന്നു, ആ മുറി സീല് വയ്ക്കുന്നതിന് മുൻപ് അവിടെയുള്ള ആളുകൾ തന്നെ അത് പരിശോധിക്കുന്നു, അതിൽ വേണ്ടതെല്ലാം മാറ്റേണ്ടതെല്ലാം മാറ്റുന്നു. ഇതൊക്കെ സംഭവിച്ചു. ഈ പിഴവുകളുടെ ഒരു ഉത്തരവാദിത്തം പക്ഷേ ഇനിയും കണ്ടെത്താൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട്? ഈ പിഴവുകളുടെ ഉത്തരവാദിത്തം മുതൽ IG-യുടെ റിപ്പോർട്ട് വരെ ഇവിടെ മുന്നിൽ നിൽക്കുകയാണ്, അടയിരിക്കുകയാണ് ഈ സർക്കാർ. എന്നിട്ടും പറയുകയാണ് മഹിജയോട് എല്ലാ മര്യാദയും പുലർത്തി ഈ സർക്കാരെന്ന്. അല്ല, താരതമ്യം അത്ര അനായാസം നമുക്ക് നടത്താൻ കഴിയില്ല. ഓരോ വീഴ്ച കാണുമ്പോഴും DGPയെ മാറ്റാനോ അല്ല, അതും സാധിക്കുന്ന കാര്യമല്ല. അങ്ങനെയല്ലോ ഭരണം മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ചൂണ്ടിക്കാണിച്ച പോരായ്മകൾ, അപാകതകൾ അവിടെ നിൽക്കുന്നു.
അതിൻ്റെ തുടർച്ചയായി ഏറ്റവും ഒടുവിൽ മനോജ് കുമാർ സമർപ്പിച്ച റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ട്, അതിലുമുണ്ട് പാളിച്ചകളും പാകപ്പിഴകളും. ആ വക കാര്യങ്ങൾ ഗവൺമെൻറ് പരിശോധിക്കും, നടപടി ഉണ്ടാകും എന്ന് മാത്രമേ ഇപ്പോൾ ഞങ്ങൾക്ക് പറയാൻ കഴിയുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് സെൻകുമാറിനെ കൈകാര്യം ചെയ്തതുപോലെ ഉടൻ തന്നെ ലോക്നാഥ് ബെഹ്റയെ കൈകാര്യം ചെയ്യണം എന്ന് ഈ ചർച്ചയിലിരുന്ന് ഞാൻ പറയുന്നതിന് അർത്ഥമില്ല, ഞാൻ അങ്ങനെ പറയുന്നുമില്ല. ശരി, ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടു, എന്നിട്ടും കേസെടുത്തില്ല. അവിടെ ഒരു വിദ്യാർത്ഥി സമരം നടന്നു ഈ സംഭവത്തിനൊക്കെ ശേഷം. എനിക്ക് തോന്നുന്നു ജനുവരി 6-നാണ് ഈ സംഭവം. ജനുവരി 9-ാം തീയതി മറ്റോടെ വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നുണ്ട്. അതിന് തൊട്ട് പിന്നാലെയാണ് ഈ കോപ്പിയടി വിവാദം അന്വേഷിക്കാൻ സാങ്കേതിക സർവകലാശാലയിൽ നിന്നുള്ള സംഘം വരികയും കോപ്പിയടിച്ചിട്ടില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തത്. അത് ആദ്യം മുതൽ പറയുന്നുണ്ട് ജിഷ്ണുവിൻ്റെ അമ്മ. അവൻ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, അവൻ അതുകൊണ്ട് കോപ്പിയടിക്കില്ല എന്ന് വെച്ചാൽ അവൻ്റെ ആത്മഹത്യയെപ്പറ്റി ആദ്യം മുതലേ മഹിജയ്ക്ക് സംശയമുണ്ടായിരുന്നു. ആ സംശയം അവർ സൂചിപ്പിക്കുകയും ചെയ്തു. അവർ KK ശൈലജ ടീച്ചറിന് നിവേദനം കൊടുത്തു, അവർ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. എന്നിട്ടും അതിൽ നടപടിയില്ലാതെ വരുമ്പോൾ അവർ അത് തുറന്ന കത്താക്കി. ഇങ്ങനൊരു വലിയ സമരം ആ സ്ത്രീ നടത്തുന്നുണ്ട്. മറുവശത്ത് നടക്കുന്ന എന്താണ്? വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടിട്ടും കൃഷ്ണദാസിനെതിരെ കേസെടുത്തിട്ടില്ല. വീട്ടുകാർ കോളേജ് പഠിക്കൽ സമരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചപ്പോഴാണ് അവിടെ സംഭവത്തിൻ്റെ 38-ാം നാൾ ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുന്നത്. എന്തിന് ഈ കേസ് എടുത്ത ഘട്ടത്തിലോ അടുത്ത നിമിഷം എന്താണ് സംഭവിച്ചത്? ഈ 5 പേരും ഒളിവിൽ പോകുന്നു. ഇത്ര പെട്ടെന്ന് അങ്ങനെ സംഭവിക്കുമോ ശ്രീ CR നീലകണ്ഠൻ? എന്ന് വെച്ചാൽ പോലീസിന്റെ നീക്കം അതിനേക്കാൾ ചടുലമായി കൃഷ്ണദാസും സംഘവും അറിയുന്നു എന്നല്ലേ? പിന്നെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുമെന്ന് പറയുന്നു, പുറപ്പെടുവിച്ചിട്ടുണ്ടോ? സ്വത്ത് കണ്ടെടുക്കുമെന്ന് പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? ഓരോ ഘട്ടവും മഹിജ വിശ്വസിച്ചത് ലോക്നാഥ് ബെഹ്റയല്ല പിണറായി വിജയനെയാണെന്ന് എന്നിവർക്ക് ബോധ്യപ്പെടും ശ്രീ CR നീലകണ്ഠൻ. ഇവരെ 5 പേരെ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ ദിവസം ഇതേ ചാനലിലിരുന്ന് വേണുവും അന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരു പ്രതികളെ നാളെ അറസ്റ്റ് ചെയ്യുമെന്ന് ഇന്ന് പോലീസ് പറയേണ്ട കാര്യം എന്താ? ക്രിമിനൽ കേസിലെ പ്രതിയാണെങ്കിൽ ഇന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത് എന്തിനാ? ഇന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുമെന്നല്ല പറയേണ്ടത്, അറസ്റ്റ് ചെയ്യാണ് വേണ്ടത്. അതിന് രഹസ്യമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അന്നും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളുമാണ് കൊടുക്കുന്നത്. അത് തന്നെയാണ് സംഭവിച്ചത്, ഒരു സംശയവും വേണ്ട. എല്ലാ പഴുതുവിട്ടു. ഇപ്പം നേരത്തെ രാജേഷ് പറഞ്ഞല്ലോ, ഹൃദയഭാനുവിനെ വെച്ചു. എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ആദ്യം മുൻകൂർ ജാമ്യം കിട്ടിയത്? അത് തന്നെ വലിയ ഒരുപാട് വിവാദമുണ്ടാക്കിയ കാര്യമല്ലേ. DCP ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ എങ്ങനെയാണ് ആ കേസ് ഡീൽ ചെയ്തതെന്ന് സംബന്ധിച്ച് വലിയ പരാതി മഹിജയുടെ കുടുംബത്തിനുണ്ട്. മഹിജയ്ക്കും അവരുടെ കുടുംബത്തിന് എല്ലാവർക്കും ഉണ്ട്. മാത്രവുമല്ല, കിരൺ നാരായണൻ നന്നായി കേസ് അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോഴും കിരൺ നാരായണൻ കൊടുക്കുന്ന കാര്യങ്ങളൊന്നും മുകളിലേക്ക് പോകുന്നില്ല എന്ന പരാതി തന്നെയാണ് മഹിജ പല പ്രാവശ്യം ഞാനടക്കമുള്ള ആളുകളോട് പറഞ്ഞത്. മുകളിലേക്ക് പോകുന്നില്ല, കിരൺ നാരായണൻ അന്വേഷിച്ച് കണ്ടെത്തുന്നു. പക്ഷെ മാത്രമല്ല, ഒരു പ്രതിയെയും പോലീസ് കണ്ടെത്തിയതല്ല, പ്രതിയൊക്കെ തന്നെ ആളുകളുടെ മൊഴിയിൽ നിന്ന് നേരിട്ട് കിട്ടിയതാണ്. പൊതുസമൂഹത്തിന് മനസ്സിലായ പ്രതികളാണ്. പോലീസ് ഒരു പ്രതി അന്വേഷിച്ചിട്ടില്ല. മാത്രമല്ല, അറസ്റ്റ് ചെയ്യണമെന്നാണ് താല്പര്യമായിരുന്നതെങ്കിൽ കൃത്യമായും ഇത് മുൻകൂർ പ്രഖ്യാപിച്ച് നാളെ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞല്ല ചെയ്യേണ്ടത്. കാരണം ഇവരൊക്കെ രക്ഷപ്പെടാൻ നല്ല ചാൻസ് ഉള്ള ആളുകളാണ്. കൃഷ്ണദാസ് അടക്കം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾ രക്ഷപ്പെടാൻ നല്ല സാധ്യതയുള്ള ആളുകളാണെന്ന് അറിയാത്തവരല്ല ഇവിടുത്തെ പോലീസ്. കൃത്യമായും തലേ ദിവസം വന്ന് പറയുന്നു 5 ആളുകളെ അറസ്റ്റ് ചെയ്യും, പിറ്റേ ദിവസം 5 ആളുകളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അവർ പോവും. ഇത് ആർക്കറിയാത്തത്? ഇപ്പോൾ ഏത് ഒരു ക്രിമിനൽ കേസ് പ്രതിയാണെങ്കിൽ പോലും നാളെ ഇന്നാളെ അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ഇന്ന് പറയില്ല. ശരി, കാരണം എന്ന് വെച്ചാൽ പോലീസ് അങ്ങനെ ഞാൻ ഇടപെടുകയാണ്. ശ്രീ NM പിയേഴ്സൺ, ഇത് മഹിജയുടെ മാത്രം ദുഃഖം എന്ന നിലയിൽ പരിമിതപ്പെടുത്താനുള്ളൊരു നീക്കം നടക്കുന്നുണ്ട്, മറ്റാരും ഇതിൽ ഇടപെടണ്ട എന്ന രൂപത്തിലാണ് പ്രതികരണങ്ങൾ വരുന്നത്. അതിൻ്റെ കാരണം അവരൊരു പാർട്ടി കുടുംബമാണ് എന്നതുമാകാം. പക്ഷെ അങ്ങനെയാണോ ഈ വിഷയത്തെ സമീപിക്കേണ്ടത്? ഇവിടെ ഈ മഹിജയുടെ കണ്ണീര്, മഹിജയുടെ സംശയം, അത് എന്തിനെതിരെയായിരുന്നു? ജിഷ്ണു എന്ന മകനെ നഷ്ടപ്പെട്ട ഒരൊറ്റ കാരണത്തിലോ? അങ്ങനെയല്ല. അവർ സംശയിച്ചത് ഈ സ്വാശ്രയ ലോബിയുടെ പ്രവർത്തന രീതികളെയാണ്. അവർ വിരൽ ചൂണ്ടിയത് അതിൻ്റെ നിഗൂഢതകളിലേക്കാണ്. ഈ സ്ത്രീയുടെ കണ്ണീരിനോടല്ലേ കേരളം കടപ്പെട്ടിരിക്കുന്നത്? നാം ആരും അറിയാതിരുന്ന ഇടിമുറികൾ കേരളത്തിൽ ഇങ്ങനെ നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു എന്നറിയാൻ. ഇവരുടെ കണ്ണീരല്ലേ ഈ സ്വാശ്രയ ലോബി ഏതൊക്കെ തലങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള നിയമലംഘനങ്ങൾ നടത്തുന്നു, തെളിവ് നശിപ്പിക്കുന്നു, എങ്ങനെ സമാന്തരമായി പോലീസ് സംവിധാനത്തെ ഭരിക്കുന്നു, ഒരു ഘട്ടം കഴിയുമ്പോൾ എങ്ങനെ നീതിപീഠങ്ങളിലേക്ക് വരെ അതിൻ്റെ സ്വാധീനം കടന്നു ചെല്ലുന്നു എന്നെല്ലാം ബോധ്യപ്പെടുത്തിയത്. അങ്ങനെ വരുമ്പോൾ ഇതൊരു വലിയ മാഫിയക്കെതിരെയുള്ള സമരമാണ്.
അതിൻ്റെ പ്രതീകമാണ് അവരുടെ നെടുവീർപ്പ്, നേരത്തെ ചൂണ്ടിക്കാട്ടിയ അവരെ ഏതെങ്കിലും ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ള അവരുടെ വിറങ്ങലിപ്പുകൾ, അവരുടെ കണ്ണീര്. ഈ രൂപത്തിലുള്ള രാഷ്ട്രീയമായൊരു തലത്തിലേക്ക് എന്തുകൊണ്ട് CPM ഉയർന്ന് ചിന്തിച്ചതിനെ മനസ്സിലാക്കാതെ ഒരു കുടുംബത്തിൻ്റെ സ്വകാര്യ ദുഃഖമായും വൈകാരിക പ്രകടനമായും അതിനെ പരിമിതപ്പെടുത്തുന്നു? ഇത് വളരെ അടിസ്ഥാനപരമായൊരു ചോദ്യമാണ്. കേരളത്തിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് എവിടെയാണ് നീതി കിട്ടുന്നത്? ഒരു സാധാരണക്കാരന് നമ്മളുടെ കേരളത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോകാനായിട്ട് കഴിയുമോ? വേണു അയാൾക്ക് അയാളുടെ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ പോകണമെങ്കിൽ അതാത് പ്രദേശത്തുള്ള പാർട്ടി നേതൃത്വത്തിൻ്റെ സഹായം ആവശ്യമാണെന്നുള്ള കാര്യം അറിയാത്ത ഒരാളായിരിക്കില്ല വേണു എന്നാണ് ഞാൻ കരുതുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കോടതികളെന്ന് പറയുന്നത്, കോടതി എന്താണ് ചെയ്യുന്നത്? ഈ വിഷയത്തിൽ തന്നെ കോടതി ചെയ്തിരിക്കുന്ന വലിയ കടുത്ത അപരാധമായിട്ട് കണക്കാക്കുന്ന ഒരാളാണ് ഞാൻ. ആ അപരാധം എന്ന് പറയുന്നത് സമരത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ചെന്ന കുറേ ആളുകൾ സർക്കാരിനെതിരെ വലിയ കലാപം നടത്താൻ എത്തിയിരിക്കുന്നതായിട്ടുള്ള കലാപകാരികളോ അല്ലെങ്കിൽ അട്ടിമറി സംഘമോ എന്ന് പോലീസ് എഴുതി കൊടുത്തപ്പോൾ അതങ്ങനെ തന്നെ കേൾക്കുകയും അവരെ റിമാൻഡ് ചെയ്ത് കലത്തുള്ളിൽ അടക്കുകയും ചെയ്തു. ഇതാണ് ഒരു ജഡ്ജിയുടെ നീതിബോധം. ഇതിനാണ് ജഡ്ജി ഇരുന്ന് ഈ രാജ്യത്തിരുന്ന് വിധി പ്രസ്താവിക്കുന്നത്. എന്തുകൊണ്ടാണ് പൊതുസമൂഹം അത്തരത്തിലുള്ളതായിട്ടുള്ള ജഡ്ജിമാർക്കെതിരെ പ്രതികരിക്കാത്തത്? സ്വാശ്രയത്തിൻ്റെ മേഖലകളിലേക്ക് കടന്നു ചെന്നാൽ അതിശക്തമായിട്ടുള്ള നിഷ്ഠൂരമായിട്ടുള്ള നിയമങ്ങളും അതേപോലെ പ്രക്രിയകളും ഇടിമുറികളും വൻതരത്തിലുള്ളതായിട്ടുള്ള കൊള്ളകളും നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ഈ കേരളം എന്നുള്ള കാര്യം ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? അത്തരത്തിലുള്ള എല്ലാവിധമായിട്ടുള്ള കൊള്ളകൾക്കും സംരക്ഷണം നൽകുന്നത് ഈ രാജ്യത്തെ പോലീസും അതേപോലെ തന്നെ നീതി പീഠവുമാണ്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു വിധമായിട്ടുള്ള ഭയവുമില്ല എന്നുള്ളതാണ്. ഞങ്ങളെപ്പോലുള്ള ആളുകളെ പിടിച്ചവർ ജയിലിലിടട്ടെ. എന്തിനാണ് ഈ രാജ്യത്ത് കോടതി? എന്തിനാണ് ഈ രാജ്യത്ത് പോലീസ് സ്റ്റേഷൻ? പോലീസ് സ്റ്റേഷനും അതേപോലെ കോടതിയുമൊക്കെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് നീതിപൂർവവും സ്വൈരവും സമാധാനമായിട്ട് ജീവിക്കുന്നതിന് ആവശ്യമുള്ളതല്ല എങ്കിൽ അതിനെ എതിർക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ ബാധ്യതയും ഉത്തരവാദിത്വമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഈ പ്രശ്നം അങ്ങനെ തന്നെയാണ് കണക്കാക്കേണ്ടത്. അതുകൊണ്ട് വേണോ ഇത് വലിയ ഒരു ജനാധിപത്യ ധ്വംസനത്തിന്റെ പ്രശ്നമാണ്. ശരി, ഞാൻ ഒരു ഇടവേളയിലേക്ക് കൂടി പോകണം. ഇടവേളയ്ക്ക് ശേഷം MP രാജേഷിലേക്കും R ബിജുവിലേക്കും.